മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 23-ാം വാക്യം മുതൽ നാം മനസ്സിലാക്കുമ്പോൾ സോദോം ഗോമോറ നശിക്കുന്നു. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗോമോറയിലും അഗ്നിയും ഗന്ധവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പ് തൂണായി തീർന്നു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിൻ്റെ മുന്നിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോദോമിനും ഗോമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്ക് നേരെ നോക്കി. തീച്ചൂളയിൽ നിന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു. താഴ്വരയിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്നും രക്ഷിച്ചു. സൃഷ്ടാവായ ദൈവത്തിൻ്റെ കോപം വർദ്ധിച്ചപ്പോൾ ഏറ്റവും സുന്ദരമായ സോദോം ഗോമോറ ലോത്ത് അധിവസിച്ചിരുന്ന സ്ഥലമാണ്. വളരെ ഫലപുഷ്ടിയുള്ള സ്ഥലം. അതിനെ നശിപ്പിക്കുന്നത് തിന്മ ഈ ജനം ചെയ്ത് ദൈവത്തിനെതിരെ പ്രവർത്തിച്ചപ്പോഴുള്ള അവസ്ഥയാണ്. ഇന്ന് നമ്മളുടെ സഭയിൽ ദൈവപുത്രനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളോട് ചേർന്ന് ദൈവമക്കൾ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിന് വരുന്ന ശിക്ഷ എത്ര വലുതായിരിക്കുമെന്ന് ജ്ഞാനമുള്ളവർ മനസ്സിലാക്കണം. കാരണം കർത്താവായ യേശുവിനെ അൾത്താരയിൽ വിളിച്ചു വരുത്തി അവഹേളിക്കുന്നതായ അവസ്ഥയെ നാം ചിന്തിക്കുക, അനുദപിക്കുക. നാം ദൈവപുത്രനെതിരെ പ്രവർത്തിക്കുമ്പോൾ പിതാവായ ദൈവം വെറുതെ ഇരിക്കുമെന്ന് നാം വിചാരിക്കേണ്ട. സുവിശേഷത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഈ ഓരോ സംഭവങ്ങളും നടക്കുന്നത്. കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നവർ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് തന്നെ ഈ അവസരം പറയേണ്ടതായിട്ട് വരുന്നു. നിങ്ങൾക്കും ജ്ഞാനത്താൽ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുവാനുള്ള കൃപാവരങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.